ഹലോ, വെൽക്കം ടു സിംപ്ലീസി. എല്ലാവരും സുഖമായിരിക്കല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പപ്പായ ഹൽവയാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള പപ്പായ എടുത്ത് അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാം. അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ ശരി, നമ്മൾ എടുത്തേക്കുന്നത് നമുക്ക് പാനിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്, ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. കൈയെടുക്കാണ്ട് നന്നായിട്ട് തന്നെ ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് വറ്റി കഴിഞ്ഞിട്ട് വേണം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. കുറച്ചൊന്ന് വറ്റട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 കപ്പ് പപ്പായ ജ്യൂസിന് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ആ ഒരു അളവിന് ചേർക്കുവാണെങ്കിൽ. വെള്ളമൊക്കെ അല്പം ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ ഈ പപ്പായയുടെ കൂട്ട് ഒന്നുകൂടി ലൂസാകും. സാരമില്ല, കൈവിടാണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആ വെള്ളം അല്പം ഒന്ന് വലിയുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ആ സൈഡിലുള്ളതൊക്കെ വടിച്ചിട്ടിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മളിത് ഹൽവയുടെ രൂപത്തിലാക്കുന്നതിനായിട്ട് മാവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ മൈദ മാവ് അല്ലെങ്കിൽ കോൺഫ്ലവർ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. എനിക്ക് അവൈലബിൾ ആയിരുന്നത് മൈദയാണ്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ അല്പം വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. 250 ml വെള്ളം ഈ കൂട്ടിലേക്ക് മിക്സ് ചെയ്ത് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലൂസാക്കി ചേർക്കുന്നത്. മൈദ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഒറ്റ സ്റ്റെപ്പിൽ ചേർക്കാണ്ട് കുറേശ്ശെ ആയിട്ട് വേണം ഈ ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. മിക്സ് ചേർക്കുന്നതിന് മുന്നേ തന്നെ സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ ഈ കൂട്ട് ചേർത്ത് കൊടുക്കാൻ. ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്ക് സിമ്മിൽ നിന്ന് മാറ്റി മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഒന്ന് കുറുകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. 4-5 ഏലക്ക ചതച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അല്പം അലങ്കാരത്തിനും ടേസ്റ്റിനുമായിട്ട് നമുക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ കപ്പലണ്ടിയാണ് ചേർത്തത്. കപ്പലണ്ടി ഒഴിവാക്കിയിട്ട് കശുവണ്ടി ചേർക്കണമായിരിക്കും കുറച്ചുകൂടെ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ശരി, നെയ്യിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതേ നെയ്യിൽ തന്നെ കുറച്ച് കിസ്മിസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി റോസ്റ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 2 ടീസ്പൂൺ വെളുത്ത എള്ളും കൂടി ഇതേ നെയ്യിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. മോൻ്റെ കുഞ്ഞി കൈയാണ് കാണുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം വീക്കെൻഡിൽ കോളേജിൽ നിന്ന് വരുന്ന താത്തയെ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. രാത്രി 10 മണി വരെയൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ കയ്യിലൊരു ബോക്സ് ഉണ്ടാവും. നാഗർകോവിലിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെള്ളിനായകം എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന ഹൽവയാണ്, ഫ്രൂട്ട് ഹൽവയാണ്. അത് സ്പൂണിൽ നമുക്ക് കോരി കഴിക്കാൻ പറ്റും. അന്ന് കഴിച്ച ആ ഹൽവയുടെ ടേസ്റ്റ് എപ്പോഴും നിൽപ്പുണ്ട് മനസ്സിൽ. ചില നൊസ്റ്റാൾജിയസൊക്കെ ഇൻസ്പയർഡ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഇത് സെക്കൻഡ് ടൈമാണ് ഞാനിത് തയ്യാറാക്കി വയ്ക്കുന്നത്. നിലക്കടല സ്കിപ്പ് ചെയ്ത് കുറച്ച് കശുവണ്ടിയും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്താൽ നന്നായിരിക്കും. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പാനിൽ നിന്ന് കുറേശ്ശെ വിട്ട് വരുന്നുണ്ട്. മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ സമയമായി. നെയ്യ് തടവിയ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് സ്പൂൺ വെച്ച് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. നെയ്യ് തേച്ചില്ലെങ്കിൽ സ്പൂണിലെല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. ഇതിപ്പോൾ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ബൗളിൽ കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതൊരു നൈറ്റ് ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു.
രാവിലെയാണ് ഞാനിത് കട്ട് ചെയ്തത്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൻ ഹാജരായിട്ടുണ്ട് ഈ സമയം. സൂപ്പറായിട്ടുണ്ടെന്ന് തന്നെയാണ് അവനും പറഞ്ഞേക്കുന്നത്. റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. തുടർന്നുള്ള ഈസി റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.